സർവാംഗേ ശങ്കരംഗ കുതുകമിതി മുഹുർധാരയന്നീശചിത്തം തത്രാപേകത്ര യുഞ്ജേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തുജേത പരമസുഖചിദദ്വൈതരൂപേ വിതന്വൻ അന്യേനോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം. ഇത്തം ത്വധ്യാനയോഗേ സതി പുനരണിമാദ്യഷ്ടസംസിദ്ധയസ്താ ദൂരശ്രുത്യാദയോപി ഹ്യഹമഹമികയാ സമ്പദേയുർമുരാരേ ത്വത്സംപ്രാപ്തൗ വിളംബാവഹ അഖിലമിദം നാദ്യയേ കാമയേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപദേ പാഹി മാം സർവതാപ. ശ്ലോകം 9. സർവാംഗേഷ്വംഗരംഗ കുതുകമിതി മുഹുർ ധാരയൻ ഈശചിത്തം തത്രാപ്യേകത്ര യുഞ്ജേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തു ചേത പരമസുഖ ചിദദ്വൈതരൂപേ വിതന്വൻ അന്യന്യോ ചിന്തയേയം മുഹുരുതി സമുപാരൂഢയോഗോ ഭവേയം. ഈശനായ അലയോ ഭഗവാനെ, അംഗരംഗത് കുതൂകം, ഒരംഗത്തിൽ മാത്രം വ്യാപരിക്കുന്നതിൽ കൗതുകമുള്ള ചിത്തം മനസ്സിനെ, സർവാംഗേഷു നിന്റെ എല്ലാ അംഗങ്ങളിലും അതിമുഹു വീണ്ടും വീണ്ടും ധാരയൻ ധരിക്കുന്നവനായിട്ട്, തത്രാപി ആ അവയവങ്ങളിൽ തന്നെ മന്ദഹാസേ മന്ദഹാസത്തോടു കൂടിയ, സുന്ദരേ സുന്ദരമായ, വദന സരസിജേ മുഖാരവിന്ദത്തിൽ, ഏകത്ര ഒരിടത്ത്, യുഞ്ജേ ഞാൻ യോജിപ്പിക്കുന്നു, തത്ര അതിൽ ആലീനം ലയിച്ചിരിക്കുന്ന, ചേതാത്തു ചേതസ്സിനെയാകട്ടെ, പരമ സുഖ ചിത അദ്വൈത രൂപേ പരമമായ ആനന്ദം സ്വരൂപമായ ചിത്തമാകുന്ന അദ്വൈത രൂപത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ വിതന്വൻ അർപ്പിക്കുന്നവനായിട്ട്, അന്യത് മറ്റൊന്നിനെ നോ ചിന്തയേയം ഞാൻ ചിന്തിക്കാതിരിക്കുന്നുണ്ട്, മുഹു വീണ്ടും വീണ്ടും, ഇത് ഇപ്രകാരം സമുപാരൂഢയോഗ ധ്യാനയോഗത്തെ ആരോഹണം ചെയ്തവനായിട്ട്, ഭവേയം ഞാൻ ഭവിക്കുന്നുണ്ട്. പ്രായോഗികമായൊരു ധ്യാനയോഗമാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കുന്നത്. ഹൃദ്യമായ ഭഗവത് രൂപം ഓരോ അവയവമായോ മൊത്തത്തിലോ സങ്കല്പിക്കാൻ ഏതാനും ദിവസത്തെ പരിശ്രമം കൊണ്ട് സാധിക്കും. ഭഗവത് രൂപത്തിലെ ഓരോ അവയവവും സൗന്ദര്യസാര സർവസ്വമാണ്. ഒരവയവത്തിൽ മനസ്സ് അശക്തമായാൽ അത് അവിടെ തന്നെ ഉറച്ചു നിൽക്കും. മനസ്സിനെ അതിൽ നിന്ന് മറ്റവയവങ്ങളിലേക്ക് നയിക്കണം. അങ്ങനെ ക്രമമായി ഓരോ അവയവങ്ങളിലേക്ക് മനസ്സിനെ സംക്രമിപ്പിക്കണം. അംഗങ്ങളിൽ മുക്തമായി തീരുന്ന മനസ്സിനെ പിൻവലിച്ചിട്ട് മന്ദഹാസം കൊണ്ട് മനോജ്ഞമായ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ ചേർക്കണം. ഭഗവത് രൂപത്തിലെ വിവിധ അവയവങ്ങളിൽ നിന്ന് പിന്മാറി മുഖത്തിൽ മാത്രമായും പിന്നീട് പുഞ്ചിരിയിൽ മാത്രമായും മനസ്സിലയിക്കുമ്പോൾ ആനന്ദാനുഭൂതി ഉണ്ടാകുന്നു. ഇങ്ങനെ ബ്രഹ്മാനന്ദവുമായി യോഗം പ്രാപിക്കുന്ന അവസ്ഥ വീണ്ടും വീണ്ടും ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ എന്ന് കവി ഗുരുവായൂരപ്പനോട് അഭ്യർത്ഥിക്കുന്നു. ശ്ലോകം 10. ഇത്തം ത്വധ്യാനയോഗേ സതി പുനരണിമാദ്യഷ്ടസംസിദ്ധയസ്താം ദൂരശ്രുത്യാദയോപി ഹ്യഹമഹമികയാ സമ്പദേയുർ മുരാരേ ത്വൽസംപ്രാപ്തോ വിളംബാവഹം അഖിലമിദം നാദ്രിയേ കാമയേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപദേ പാഹിമാം സർവതാപാത്. മുരാരേ മുരവൈരിയായ അലയോ ഭഗവാനെ, ഇത്തം ത്വധ്യാനയോഗ ഇപ്രകാരം നിന്റെ ധ്യാനയോഗം സതി ഉണ്ടാകുമ്പോൾ, പിന്നീട് പ്രസിദ്ധങ്ങളായ അണിമാദ്യഷ്ടസംസിദ്ധയ അണിമാ തുടങ്ങിയ 8 സിദ്ധികൾ, ദൂരശ്രുത്യാദയ അഭിഹി ദൂരശ്രുതി മുതലായവയും, അഹമഹമഹികയായി ഞാൻ മുമ്പേ എന്ന രീതിയിൽ സമ്പദയോ വന്നു ചേരുന്നതാണ്. പവനപുരപദേ ഗുരുവായൂരപ്പ, ത്വത്സംപ്രാപ്തോ നിന്റെ സംപ്രാപ്തിയിൽ, വിളംബാവഹം വിളംബമുണ്ടാക്കുന്നതായ, ഇതം അഖിലം ഇതിനെയെല്ലാം, അഹം നാദ്രിയെ ഞാൻ ആദരിക്കുന്നില്ല, ആനന്ദപൂർണം ആനന്ദപൂർണനായ, ത്വാമേവ നിന്നെ തന്നെ,
കാമയെ ഞാൻ ആഗ്രഹിക്കുന്നു, മാം എന്നെ സർവതാപാത് പാഹി എല്ലാ താപങ്ങളിൽ നിന്നും പാലിക്കണമേ. ധ്യാനം മൂലം ഭഗവത് രൂപത്തിൽ മനസ്സുറപ്പിക്കുന്ന രീതി മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. കേശാദിപാദവും പാദാദികേശവും ധ്യാനിക്കുക, പിന്നെ ഓരോ അവയവമായി ധ്യാനിക്കുക, പിന്നെ പുഞ്ചിരിയിൽ മാത്രം മനസ്സിനെ ആസക്തമാക്കുക, ആ ധ്യാനത്തിലൂടെ ബ്രഹ്മാനന്ദഭൂതിയിലേക്ക് എന്നിങ്ങനെ പല ഘട്ടങ്ങളിലായി ധ്യാനയോഗം സ്വാധീനത്തിലാകുമ്പോൾ അഷ്ടസിദ്ധികൾ ഉപാസകനെ അങ്ങോട്ട് ആശ്രയിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സിദ്ധികളും ധ്യാനയോഗത്തിൽ ഏർപ്പെടുന്ന ഉപാസകൻ്റെ മുമ്പിൽ ഞാൻ മുൻപേ എന്ന മട്ടിൽ തിക്കി അണിനിരക്കും. അവയെ ശ്രദ്ധിക്കാതിരിക്കുകയാണ് വിവേകിയായ ഉപാസകൻ ചെയ്യേണ്ടത്. ഇവയൊക്കെ ഭഗവത് പ്രാപ്തിയെ തടയുന്നതാണ്. സാധാരണ മനുഷ്യർക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ സിദ്ധിയുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് അവർക്ക് ആരാധകന്മാരുണ്ടാകും. അതോടെ തങ്ങൾ സാധാരണ മനുഷ്യരെക്കാൾ ഉയർന്നവരാണെന്ന മിഥ്യാബോധം അവർക്കുണ്ടാകും. ഇത് അഹങ്കാരമായി വളരും. ചിലർക്കെങ്കിലും ഭഗവാനെ തന്നെ വെല്ലുവിളിക്കാനും നിന്ദിക്കാനുമുള്ള പ്രവണത ഉണ്ടായിട്ടുമുണ്ട്. മൊത്തത്തിൽ സിദ്ധികൾ ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. അവയെ ആദരിക്കാതെ ഞാൻ നിരാകരിക്കുന്നു. ആനന്ദപൂർണനായ ഗുരുവായൂരപ്പനെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആചാര്യനെ പിന്തുടർന്നുകൊണ്ട് നമുക്കും പവനപുരപദേ ആനന്ദപൂർണം ത്വമേവ കാമയേ എന്ന് തീരുമാനിച്ചുകൊണ്ട് പാഹിമാം സർവതാപാത് എന്ന് പ്രാർത്ഥിക്കാം.